ആകെ പണിയായി. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഷൂ കഴുകാനൊക്കെ എവിടെ നേരമല്ലേ. പക്ഷെ എന്നാലിപ്പോൾ കൊച്ചിയിൽ അതിനൊരു വഴിയുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. ഹായ്, നമ്മളിവിടെ നിൽക്കുന്നത് കൊച്ചിയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷൂ ലോണ്ടറി ഷോപ്പിലാണ്. ഈ സംരംഭം ആദ്യമായി തുടങ്ങി വെച്ച ആളുകളാണുള്ളത്. ഇത് കൃഷ്ണ, ഇത് ആഷിഖ്. ഇനി അവരതിൻ്റെ വിശേഷങ്ങൾ പറയും. അപ്പോൾ എങ്ങനെയാണ് ഈ എക്സ്ക്ലൂസീവ് ഷൂ ലോണ്ടറി എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തി? ഷൂ ലോണ്ടറീസ് അങ്ങനെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചു. എൻ്റെ കയ്യിൽ ഒരുപാട് ഷൂ ഉണ്ട്. അപ്പം ഞാൻ ഇത്തിരി ഷൂ കെയർ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഷൂ ലോണ്ടറി ആയിട്ട് എവിടെയും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അന്ന് ഷൂ ലോണ്ടറി തുടങ്ങണം എന്നൊരു എന്താ പറയുക ആലോചന ഉണ്ടായിരുന്നു. ഐ തിങ്ക് 2018 തൊട്ടേ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. ദെൻ ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും തീരെ സമയമില്ല എന്നുള്ളതാണ്. അതെ, കാരണം ഇത് ഡ്രൈ ചെയ്യുക, വാഷ് ചെയ്യുക, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൂടെ കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ വൃത്തിയാക്കി എടുത്താണല്ലേ? അതെ അതെ, വന്നപ്പോൾ നല്ല മോഷൻ കണ്ടീഷനിലായിരുന്നു ഷൂസ്. അതെ അതെ, ഇപ്പം ഈ സിന്തറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് ചെളി പിടിക്കും. നമ്മളിപ്പോൾ 1 year ആയി. ഇപ്പം ഈ May 31st വരുമ്പോൾ 1 year ആവുകയാണ്. അപ്പം നമ്മൾ ആദ്യം വീട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് സത്യമായിട്ട് കാരണം വെച്ചാൽ നമ്മളെ ഇൻവെസ്റ്റർക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് ആളുകളിലേക്ക് എത്തുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഈ ഇത്രയും വലിയ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അധികം എന്താ പറയുക ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് പയ്യൊന്ന് നോക്കാം എന്ന ആളുകളുടെ പ്രതികരണം എന്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ നല്ല എത്തുന്നുണ്ട്, നല്ല റീച്ച് കിട്ടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഷോപ്പിലേക്ക് ആയത്. ഷോപ്പിൽ എനിക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്താണ് നമ്മൾ ഷോപ്പിലേക്ക് ആവുന്നത്. ദെൻ എന്താ പറയുക നല്ല ജേർണി ഇങ്ങനെ പോകുന്നു. പിന്നെ ആലുവയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ 1 month ആവുന്നു. പിന്നെ അപ്പൊ കൊച്ചിയിൽ പല ഭാഗത്തായിട്ട് ഇപ്പൊ നിലവിലുണ്ട്. അതെ അതെ, എവിടെയുള്ള ആൾക്കാരാണെങ്കിലും ഷൂ കഴിയാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ ഷൂ കഴിയാൻ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഇപ്പം ആരും ഷൂ യൂസ് ചെയ്യുന്നത് നിർത്താൻ പോകുന്നില്ല. നമ്മളെ കമ്പനികളാണെങ്കിലും പ്രൊഡക്ഷൻ നിർത്തുന്നില്ല. ഷൂ ആണെങ്കിൽ എല്ലാ ദിവസവും ഡേർട്ടി ആയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ നല്ലൊരു ബിസിനസ് ആയിട്ട്. ശരിയാണ്, ഒരിക്കലും നിന്നു പോകാത്ത ബിസിനസ് ആണ്. അതെ അതെ, ഞാൻ കൂടുതൽ യങ്സ്റ്റേഴ്സിനെയാണ് നോക്കിയത്. ഇപ്പോൾ ഫ്രാഞ്ചൈസി ആണെങ്കിലും കൊടുക്കുമ്പോൾ യങ്സ്റ്റേഴ്സിനെയാണ് നോക്കിയത്. അപ്പോൾ അവർക്കാണ് ഇതിനോടൊരു ക്രേസ് ഉണ്ടാവുക. അപ്പോൾ അവർ എന്താ പറയുക ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റുമെന്ന് ഒരു ഉറപ്പുള്ളത് കൊണ്ടിട്ട് ഷൂസിൽ ഇത്ര ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഷൂ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ പെട്ടെന്നൊരു അറിയാതെ ആണെങ്കിൽ എൻ്റെ ഷൂവിൽ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. അപ്പോഴാണ് ഞാൻ ഷൂ ലോണ്ടറിയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയത്. ബട്ട് ഇല്ല, എവിടെയും ഇല്ലയെന്ന് കണ്ടപ്പോൾ എനിക്കറിയായിരുന്നു എങ്ങാനും നമ്മളൊരു ഷൂ ലോണ്ടറി സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഹിദ ദി ഷൂ ഷൈനി എന്ന് പറയുന്ന പേര് അത് എവിടെ നിന്ന് വന്നായിരുന്നു? ഹിദ എന്നുള്ളത് എൻ്റെ ഒരു പാർട്ട്ണർ ഇട്ടതാണ്. നമുക്കൊരു പാർട്ട്ണർ കൂടി ഉണ്ട്. പുള്ളിയാണ് ഹിദ എന്നുള്ള പേരിട്ട്. ആക്ച്വലി ഹിദ എന്ന് പറഞ്ഞാൽ അറബിക് വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫുഡ് വെയർ എന്നാണ്. ബട്ട് അറബിക് നെയിം ഉണ്ട് ഹിദ, അത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഹിദ ദി ഷൂ ഷൈനിയുടെ പണിപ്പുരയിലാണ്. നമ്മുടെ അഴുക്ക് പിടിച്ച ഷൂ എല്ലാം വൃത്തിയായി വരുന്നത് ഇവിടെ നിന്നാണ്. മെയിനായിട്ട് നമ്മൾ മാനുവൽ വാഷാണ് ചെയ്യുന്നത്. മെഷീൻ വാഷും ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ ഷൂസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, ഷൂസിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചാണ്. കാരണം ചില ഷൂസൊക്കെ സ്പീഡൊക്കെ നമുക്ക് മെഷീൻ വാഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ അഴുക്ക് പിടിച്ച ഷൂ ഇവിടെ ക്ലീനാക്കി വൃത്തിയാക്കി എടുക്കുന്നത്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഷൂ കഴുകിയിട്ട് അല്ലെങ്കിൽ ഷൂ വൃത്തിയാക്കിയിട്ട് തുടങ്ങുന്ന ഒരു ബിസിനസ് തുടങ്ങാന്ന് പറയുമ്പോൾ നെഗറ്റീവ്സ് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? നെഗറ്റീവ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ നിന്ന് പോലൊരു നമ്മൾക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ എനിക്ക് തോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം എൻ്റെ ഒരു മെൻറ്റർ ഒരാളുണ്ട്. ആളൊരു 1 year മുന്നേ കണ്ടു. അപ്പോഴാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിക്കുന്നത് നമുക്ക് ഇങ്ങനൊരു ബിസിനസ് തുടങ്ങിയാലോ. ആക്ച്വലി ലൈഫ് കുറച്ചിങ്ങനെ സ്ട്രഗിളിലൂടെ പോകുമ്പോഴാണ് പുള്ളിനെ കണ്ടുമുട്ടുന്നത്. നമ്മളൊരു ബിസിനസ്സിൽ ഒന്നും അല്ല ചെയ്തിരുന്നത്. ഞാൻ നോർമൽ ഒരു 9 to 5 ജോബ് ചെയ്തിരുന്ന ആളാണ്. അപ്പം അങ്ങനെ എന്താ പറയുക നമുക്കൊരു പ്രതീക്ഷ സാലറി ഒന്നും കിട്ടാത്ത സമയത്ത് ഇങ്ങനെ പുള്ളീൻ്റെ അടുത്ത് കണ്ട് സംസാരിച്ച സമയത്താണ് പുള്ളീൻ്റെ അടുത്ത് പറയുന്നത് താൻ കുറച്ചുകൂടെ സ്റ്റേബിൾ ആണെങ്കിൽ തനിക്കൊരു ബിസിനസ് തുടങ്ങിയാൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പുള്ളി പറഞ്ഞു എനിക്കതിന് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പറ, നമുക്ക് ട്രൈ ചെയ്യാം. ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഉണ്ടാവും, തന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ആൾ വരുമായിരുന്നു. ഇതാണ് എൻ്റെ മെൻറ്റർ. കൃഷ്ണ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എൻ്റെ പേര് രാജീവ്. ഓക്കെ. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോഴത്തേനെ
ഞാൻ ഷൂ യൂസ് ചെയ്യുന്ന ഒരാളാണ്, വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇതിൻ്റെ ഇങ്ങനൊരു സാധ്യത, ഷൂ ലോണ്ടറി എന്നുള്ള സാധ്യതയെക്കുറിച്ച് ഒരു അറിവില്ലായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞപ്പം ഐ ഫീൽ സംതിങ് ഗുഡ് എന്നൊരു തോന്നൽ വന്നു. ഇത് മുമ്പോട്ടുള്ള ഒരു എന്താ പറയണ്ട, ഒരു പുതിയ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കിട്ടാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ്സാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്, എല്ലാവരിലേക്ക് ഈസിയായിട്ട് എത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നല്ലൊരു തോട്ട് കൊണ്ടുവന്നപ്പം ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വർക്കൗട്ട്. ഒരുപാട് വിജയിച്ചു പോരും. തീർച്ചയായിട്ടും കൃഷ്ണ എന്നുള്ള ആ പെൺകുട്ടിയുടെ ഇത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഞാൻ പുറത്ത് നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ തോട്ട്സും കാര്യങ്ങളെല്ലാം കൃഷ്ണ തന്നെ ചെയ്തു. ഷീസ് എ മൾട്ടി ടാലൻറ്റഡ് ആണ്. ഫോട്ടോഗ്രാഫി അറിയാം, മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയാം. അങ്ങനത്തെ ഒരു കഴിവുള്ള ഒരാളെ പ്രോത്സാഹിപ്പിക്കണം തോന്നി. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിലേക്ക് നോക്കിയതും. ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ് ശരിക്കും അത് സക്സസ് ആണ്. ഒത്തിരി ആൾക്കാർ എൻക്വയറീസ് വരുന്നു, ഒത്തിരി ആൾക്കാർ ഇപ്പം ഇതിൻ്റെ കൂടെ ഒത്തിരി ചെറുപ്പക്കാർ ഈ സംരംഭം ഏറ്റെടുത്ത് യുവ സംരംഭകനായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി പേർക്കൊരു ഓപ്പർച്യൂണിറ്റീസും ഇതിന് മുന്നിലുണ്ട്. ഇപ്പം ടേൺ ഓവർ എന്നുള്ളതിനേക്കാൾ അപ്പുറം വി ആർ വെരി ഹാപ്പി. അറ്റ്ലീസ്റ്റ് ഒരു 10-12 പേര് ഇതിനെ ചുറ്റിപ്പറ്റി ഉള്ള അവർക്ക് തൊഴിൽ കൊടുക്കാൻ നമുക്ക് പറ്റിയെന്നുള്ള കാര്യമാണ്. അത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ 2 വർക്കേഴ്സ് ഉണ്ടായിരിക്കും, അല്ല ഞാൻ കൊടുത്ത ഫ്രാഞ്ചൈസിയിൽ 2 പേര് വേറെ ഉണ്ടായിരിക്കും. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ടേൺ ഓവർ, ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇതിനകത്തുണ്ട്. അത് നല്ല രീതിയിൽ എന്താ പറയുക, നമുക്ക് ഒരാൾക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നതും സാഹചര്യങ്ങളിലേക്ക് നമ്മൾ എത്തി. ദ സ്ട്രഗിൾ ഹാസ് ബീൻ ഫിനിഷ്ഡ്. ആദ്യമൊക്കെ നമുക്ക് എന്താ പറയുക, എനിക്ക് തുടങ്ങുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്താ പറയുക, പിന്നെ 2-3 പിള്ളേരൊക്കെ ട്രെയിൻ ചെയ്തെടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഞാൻ ഉപയോഗിച്ച ഏറ്റവും വലിയ സ്ട്രഗിൾ അതിൽ സ്റ്റാഫില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ പുള്ളി എന്താ പറയുക, പല ആളുകളെടുത്ത് സംസാരിച്ച് ആളുകളെ കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കൂടെ ഈ ഒരാളാണ് അധികം സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോൾ ഒരു വലിയ ടീമായിട്ട് ഇപ്പോൾ പിള്ളേരൊക്കെയും എന്താ പറയുക, നമ്മളൊരു വലിയ ടീമായിട്ട് തന്നെ ആണ് ഈ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഷൂ കഴുകിയും വരുമാനമുണ്ടാക്കാം എന്നുള്ള കൃഷ്ണയുടെ ആത്മവിശ്വാസം ഇന്ന് വലിയൊരു സംരംഭമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന, ഒരുപാട് പേരുടെ പിന്തുണയുള്ള ഒരു സംരംഭം. പല ഐഡിയകളും കയ്യിലുണ്ടായിട്ടും തുടങ്ങാൻ മടിച്ചു നിൽക്കുന്നവർക്ക് ഒരു പ്രചോദനം തന്നെയാണ് ശരിക്കും കൃഷ്ണ. വീഡിയോ ജേർണലിസ്റ്റ് ശരത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.